ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കടലക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായി കുതിർത്ത് വെച്ച കടല നന്നായി വേവിച്ചെടുക്കുക. കുക്കറിലാണെങ്കിൽ ഒരു 4-5 വിസിൽ മതിയാക്കും. അതിൽ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് വിസിൽ ചേർത്ത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കടലയ്ക്ക് നന്നായിട്ട് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ടാകും. അതിനുശേഷം ഒരു പാൻ എടുക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ ചെയ്താലായിരിക്കും നന്നായി ടേസ്റ്റ് കിട്ടുക. ഇനി കുക്കിംഗ് ഓയിൽസ് വരെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നവർ അതെടുത്തോ. അതിനെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നെ എന്തൊക്കെയാണ് മസാലകൾ വേണ്ടതെന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇടുന്നത് ഇതിൽ നമ്മുടെ മല്ലിപ്പൊടിയാണ്, കൊറിയൻഡർ പൊടി. അപ്പം അത് മല്ലിപ്പൊടി നന്നായിട്ട് 2-3 സ്പൂൺ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള എല്ലാ പൊടികളും, മുളക് പൊടി 1 സ്പൂൺ മതി, ആവശ്യത്തിന് എരിവിന് നോക്കിയിട്ട് മതി. അതേപോലെ കുറച്ച് ഗരം മസാല ഒരിക്കലും ഒരുപാട് അങ്ങ് ഉപയോഗിക്കാൻ പാടില്ല. അത് ഒരുമാതിരി നമുക്ക് എന്താ പറയുക, ഒരു കുത്തുന്ന പോലൊരു ടേസ്റ്റാണ് വരിക. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ഫ്ലേവറിന് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കടലക്കൂട്ടാന് നന്നായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അതിനെ തന്നെ നമ്മൾ ആ ഒരു ഉള്ള എണ്ണയിൽ തന്നെ കുറച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിന് വേണ്ടിയിട്ടൊരു അരപ്പ് റെഡിയാക്കണം. കുറച്ച് തേങ്ങ, ഇവിടെ നമുക്ക് സാധാരണ ഇങ്ങനെ ഗ്രേറ്റഡ് കോക്കനട്ട് റെഡിമെയ്ഡായിട്ട് കിട്ടും. അപ്പം ആ കോക്കനട്ടിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാലാണ് അത് നന്നായിട്ട് വേഗം അരഞ്ഞ് കിട്ടുക. അതിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നട്ട്സും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അരപ്പ് റെഡിയാക്കി വെക്കുക. അതിനുശേഷം വേറൊരു കാര്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരേ ഒരു തക്കാളി മതി. എന്താണെന്ന് വെച്ചാൽ ഇതിനധികം പുളിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു തക്കാളി നന്നായിട്ടൊന്ന് നമ്മുടെ മിക്സിയിലെ ജാറിലൊന്ന് കറക്കിയെടുത്താൽ പരിപാടി എളുപ്പമാകും, വേഗം തന്നെയാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫ്രൈ ചെയ്ത് വെച്ച മസാല ഉണ്ടല്ലോ, അതിൽ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തക്കാളി കൂടെ അരച്ചത് കൂടെ നന്നായിട്ട് ചേർക്കുക. അതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക. ഫ്രൈ ആയിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച കടലയുണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു വേവാണ് പാകം അതിന് കറക്റ്റ്. അതിനെ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ സാധാരണ ഞാൻ അറിയാണ്ടൊരു അബദ്ധം പറ്റിയതാണ് വെച്ചിട്ടുണ്ടോ, ആദ്യം കടല ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് അതിൽ പിടിച്ചതിന് ശേഷമാണ് അതിലുള്ള വെള്ളം ഒഴിച്ചാൽ അന്ന് നന്നായിട്ടുണ്ടാവുക. അന്ന് പിന്നെ കുറച്ച് അർജൻറ്റ് ആയതുകൊണ്ട് അതെല്ലാം കൂടെ അങ്ങനെ ഒഴിക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നാലും അതെന്ന് പറയുമ്പോൾ ആ ഒരു മസാല കറക്റ്റായിട്ട് വെള്ളം ഇല്ലാണ്ട് തന്നെ ഡ്രൈ ആയിട്ട് എന്താ കൂടെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് ഒന്നൊന്ന് മൂടി വെച്ച് ഒന്ന് നന്നായിട്ടൊരു ഇതിയൊരു തിള വരുന്ന വരെ അതിന് വെക്കുക. അതിനുശേഷം നേരത്തെ ഞാൻ അരച്ച് വെച്ച ആ തേങ്ങയും നട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരയണം കേട്ടോ. ആ അരഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതുകൂടെ ഇതിൽ ഫൈനലായിട്ട് ചേർക്കുക. ഇത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് നന്നായിട്ട് ഒഴിക്കുക. ഇതിന് നന്നായിട്ട് തിക്കുണ്ടാവും, നട്ട്സ് കൂടെ ചേർന്നിട്ട് അരക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് നല്ല തിക്കുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് നിറയെ വെള്ളം ഒഴിക്കുക. വേണമെങ്കിൽ ഉപ്പും അതുപോലെ എരിവ് പുളിയൊക്കെ നോക്കി എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചേർത്ത് കൊടുക്കുക. ബാക്കി കുറച്ചും കൂടെ വെള്ളം കഴുകിയിട്ട് അതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറച്ച് നിറയെ വെള്ളം വെച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് കുക്കെടുത്ത് അടിപൊളി കടലക്കളി റെഡി.